Hi, my dear students, a warm welcome to our session. And in this video, we are going to talk about Module 2 of 4th semester History of English Language, that is, Contribution of Major Writers in the English Language. ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഏകദേശം 4 വീഡിയോസോളം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നോട്ട്സും അറ്റാച്ച്ഡ് ആണ്. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഈസി എക്സ്പ്ലനേഷനിലൂടെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. മൊഡ്യൂൾ 1 ആണ് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് ചെയ്ത വീഡിയോ ഇൻഡോ യൂറോപ്യൻ ഫാമിലിയെക്കുറിച്ച് മാത്രമുള്ളതാണ്. 4 മിനിറ്റേ ഉള്ളൂ. കേൾക്കുമ്പോഴേ മനസ്സിലാവും നിങ്ങൾക്ക്. പിന്നീട് ചെയ്തത് സെമാൻറ്റിക്സിനെ കുറിച്ചും വേർഡ് ഫോർമേഷനെ കുറിച്ചുമാണ്. എസ്സേ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ഞാൻ നോട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കാണുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം അതും കൂടെ ഒന്ന് കാണുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ വി ക്യാൻ കം ബാക്ക് ടു അവർ സെഷൻ, ദാറ്റ് ഇസ് കോൺട്രിബ്യൂഷൻ ഓഫ് മേജർ റൈറ്റേഴ്സ്. As you all know that the English language has been enriched by the contribution of many authors. ഒരുപാട് എഴുത്തുകാരെക്കുറിച്ചും ഒരുപാട് എഴുത്തുകാരുടെ സംഭാവനകൾ കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് അറിയാമല്ലോ. പക്ഷേ ഇതിൽ നമ്മൾ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് മേജർ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള റൈറ്റേഴ്സിനെ പറ്റി മാത്രമാണ് നോക്കുന്നത്. ദ ചീഫ് എമംഗ് ദെം ആർ ചോസർ, സ്പെൻസർ, ഷേക്സ്പിയർ ആൻഡ് ജോൺ മിൽട്ടൺ. ലെറ്റ് us begin with ചോസർ. ജെഫ്രി ചോസർ. ചോസറിനെ എല്ലാവർക്കും ഫെമിലിയർ ആണ് അല്ലേ? നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന സമയം തൊട്ട് നമ്മൾ കേട്ട് വരുന്ന ഒരു പേരാണ് ജെഫ്രി ചോസറിൻ്റെയും അദ്ദേഹത്തിൻ്റെ വർക്കുകളായിട്ടുള്ള കാൻറ്റർബറി ടെയിൽസ്, പാർലമെൻറ്റ് ഓഫ് ഫൗൾസ്, ഹൗസ് ഓഫ് ഫെയിം, ബുക്ക് ഓഫ് ദി ഡച്ചസ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കുകളാണ്. ഈ വർക്കുകളൊന്നും അറിയാതെ നമുക്ക് ലിറ്ററേച്ചറിലോട്ട് തുടങ്ങി വരാനായിട്ട് സാധിക്കില്ല. സോ ചോസറിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഹീ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി, first poet of national importance, and his genius recognized in all ages including his own, and his career is divided into 3 phases, that is French period, Middle period and Italian period, or else we can say that French period, Italian period or English period. ഇംഗ്ലീഷ് പോയട്രിയുടെ പിതാവെന്ന് അറിയപ്പെട്ടത് അദ്ദേഹമാണ്. മാത്രമല്ല നാഷണൽ ഇമ്പോർട്ടൻസ് ഒരു പോയിറ്റ് എന്ന നിലയിൽ ആദ്യമായി ലഭിച്ചതും അദ്ദേഹത്തിനാണ്. അദ്ദേഹം എഴുതിയിരുന്നത് ഈസ്റ്റ് മിഡ്ലൻഡ് ഡയലക്റ്റിലായിരുന്നു. ചോസർ റോട്ട് ഇൻ ഈസ്റ്റ് മിഡ്ലൻഡ് ഡയലക്റ്റ്. അതുകൊണ്ട് തന്നെയാണ് ചോസർ ഈ ഡയലക്റ്റിൽ എഴുതിയത് കൊണ്ടാണ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൻ്റെ ബേസ് ആയിട്ട് എന്നും ഈസ്റ്റ് മിഡ്ലൻഡ് ഡയലക്റ്റ് നിൽക്കുന്നത്. Chaucer's English displayed a large element of French, hence we find a number of French or French-influenced words in Chaucer. The evolution of modern grammar can also be seen in Chaucer. He used both inflected and uninflected words like iron and ice in his works. Also, his word order is loose and conversational. നമ്മൾ പഠിക്കുന്നത് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ മേജർ കോൺട്രിബ്യൂഷൻസ് ഓഫ് റൈറ്റേഴ്സ് എന്ന സെക്ഷനിൽ അവർ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഏത് തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് ചെയ്തിട്ടുള്ളത് എന്നതാണ്. അവരുടെ വർക്കുകൾ മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ പുതിയ വേർഡ്സോ പുതിയ ടേംസോ നമുക്ക് അവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ, അതാണ് നമ്മളിതിൽ നോക്കുന്നത്. അപ്പോൾ ചോസറിൻ്റെ വർക്കിലെന്ന് പറയുമ്പോൾ ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് കൂടുതലാണ്. അപ്പോൾ ഫ്രഞ്ച് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള വേർഡ്സ് കുറേ ചോസറിൻ്റെ വർക്കിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ വേർഡ് ഓർഡർ എന്ന് പറയുന്ന ലൂസാണ്, കോൺവെർസേഷണലാണ്. ജെഫ്രി ചോസറിൻ്റെ വർക്ക്സിനെ പറ്റി പറയാനാണെങ്കിൽ അറിയാലോ, കാൻറ്റർബറി ടെയിൽസും നമ്മുടെ ഹൗസ് ഓഫ് ഫെയിമും പാർലമെൻറ്റ് ഓഫ് ഫൗൾസ്, അങ്ങനെ ഒരുപാട് വർക്കുകൾ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് ഫോക്കസ് ചെയ്യുന്നത് കൂടുതലായിട്ട് ഏത് തരത്തിലുള്ള വേർഡ്സ് ആണ്, എങ്ങനെയുള്ള ടൈപ്പ് ഓഫ് വേർഡ്സ് ആണ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഇൻഫ്ലക്റ്റഡും അൺഇൻഫ്ലക്റ്റഡുമായിട്ടുള്ള വേർഡ്സ് ഒരേപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. മോഡേൺ ഗ്രാമറിൻ്റെ ഒരു എവല്യൂഷനും നമുക്ക് അദ്ദേഹത്തിൻ്റെ പല വർക്കുകളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കാറുണ്ട്. ചോസറിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വെൻ ചോസർ വാസ് യങ്, ഇംഗ്ലണ്ട് വാസ് അറ്റ് ദ ഹൈറ്റ് ഓഫ് ഗ്ലോറി, ബട്ട് ദാറ്റ് ഗ്ലോറി വാസ് സൂൺ ടു ഡിസപ്പിയർ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു 1348 അല്ലെങ്കിൽ 1376, ബിറ്റ്വീൻ 1348 ആൻഡ് 1376 Black Death visited the country several times, and due to that half the population disappeared. ഒരുപാട് ഡിസ്റ്റർബിംഗ് ഇവൻറ്റ്സ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായതായിട്ട് നമുക്കറിയാം. Economical troubles followed, serfdom changed to wage system, and there was social unrest, and the royal house became increasingly unpopular. The 7 Years' War with France went disastrously. A new poll tax was imposed in 1380, and which leads to peasant revolt. ഇങ്ങനെയുള്ള ഒരുപാട് ഡിസ്റ്റർബിംഗ് ഇവൻറ്റ്സ് നമ്മുടെ ചോസറിൻ്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. ബട്ട് അവർ ചോസർ ഡിറ്റാച്ച്ഡ് ഫ്രം ദി സ്റ്റോംസ് ഓഫ് ദ വേൾഡ് by studying and adapting to his own use French and Italian poetry,
And finally, in the Canterbury Tales, making his mature art the obedient instrument of his native genius. ചോസറിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം എന്നും അദ്ദേഹത്തിൻ്റെ വോക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തൊരു മാൻ ഓഫ് ലെറ്റേഴ്സ് ആയിട്ടായിരുന്നു അദ്ദേഹം നിലകൊണ്ടിരുന്നത്. ഇത്രയും കാര്യങ്ങളൊന്നും ഈ ഒരു മൊഡ്യൂളിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കോൺട്രിബ്യൂഷൻ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രം നോക്കിയാൽ മതി. എന്നാലും ഞാൻ ചോസറിനെ മെൻഷൻ ചെയ്തപ്പോൾ ആ ഒരു കാലഘട്ടത്തെ കൂടി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ചോസറിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഹി റോട്ട് ഇൻ ഈസ്റ്റ് മിഡ്ലൻഡ് ഡയലക്ട്, ഹാസ് എ ലാർജ് എലമെൻറ്റ് ഓഫ് ഫ്രഞ്ച് ആൻഡ് മോഡേൺ ഗ്രാമർ ഇൻ ദി മേക്കിംഗ്. അതായത് ഇൻഫ്ലക്റ്റഡ് ആയിട്ടും അൺഇൻഫ്ലക്റ്റഡ് ആയിട്ടുള്ള വേർഡ്സ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹിസ് വേർഡ് ഓർഡർ ഈസ് ലൂസ് ആൻഡ് കോൺവെർസേഷണൽ. ഇത് ഇത്രയും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ലിസ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നൗ ലെറ്റ് us മൂവ് ഓൺ ടു സ്പെൻസർ. എഡ്മണ്ട് സ്പെൻസർ. സ്പെൻസറിൻ്റെ പേര് കേൾക്കുമ്പോഴേ മനസ്സിലേക്ക് വരുന്ന വോക്കാണ് ഫെയറി ക്യൂൻ. എപ്പിത്തലാമിൻ, പ്രത്തലാമിൻ, ഷെപ്പേർഡസ് കലണ്ടർ, അമോറിറ്റി, ഒരുപാട് വർക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടല്ലേ. പക്ഷേ ആസ് എ റൈറ്റർ നമ്മൾ എപ്പോഴും റെക്കഗ്നൈസ് ചെയ്യുന്നത് ഫെയറി ക്യൂൻ എന്ന വർക്കുമായിട്ടാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. Now let us discuss more about the contributions of Spenser to the English language. As we all know that Spenser was called poet's poet and was admired by William Wordsworth, John Keats, Lord Byron and Tennyson. He is a learned man, well versed in literature and mythology of ancient Greece and Rome, as well as in the literature of his own age. In other words, we can say that Spenser is not for the common man. ഒരിക്കലും ഒരു സാധാരണ മനുഷ്യന് യാതൊരു അറിവുമില്ലാതെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല സ്പെൻസറും സ്പെൻസറിൻ്റെ വർക്കുകളും. ഹീ ഈസ് ഫോർ ദി ലേൺ ഫ്യൂ. ഹീ ഈസ് റിയലി എ പോയിറ്റ്സ് പോയിറ്റ്. കവികളുടെ കവി എന്നറിയപ്പെടണമെങ്കിൽ അത്രയും നല്ല രീതിയിൽ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള ഒരാളായിരിക്കണം. അദ്ദേഹത്തിൻ്റെ വർക്കുകൾ അത്രയും സുപ്പീരിയോറിറ്റി ഉള്ളത് ആയിരിക്കണം. Spenser's services to English style, diction and versifications are innumerable. He coined new words, imported many from France and Italy, and saved many. In order to increase the vocabulary, he used the terms of hunting and hawking, of seamanship, of art and of law and philosophy. അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് കുറേ വേർഡ്സിനെ റിവൈവ് ചെയ്യുകയും കുറേ വേർഡ്സിനെ സേവ് ചെയ്യുകയും മാത്രമല്ല വൊക്കാബുലറി യൂസ് ചെയ്യാൻ അദ്ദേഹം പറ്റുന്ന രീതിയിലൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഫ്ലെക്സിബിളായ രീതിയിൽ യൂസ് ചെയ്തിട്ടുമുണ്ട്. ഹി മെയ്ഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് വെരി ഫ്ലെക്സിബിൾ, എഫക്റ്റീവ് ആൻഡ് ഫോഴ്സ്ഫുൾ. അദ്ദേഹം ഓൾഡ് വേർഡ്സ് ആയിട്ടുള്ള ഹി റിവൈവ്ഡ് ഓൾഡ് വേർഡ്സ് ലൈക്ക് അൺകൂത്ത്, റാഫ്റ്റ്, എസ്റ്റൗൺ, ഡൂം എക്സെട്ര ഇങ്ങനെയുള്ള ഓൾഡ് വേർഡ്സിനെ അദ്ദേഹം റിവൈവ് ചെയ്യുകയും ഹി ഓൾസോ ഇൻട്രൊഡ്യൂസ് ന്യൂ കോയിനേജ്. ഒരുപാട് പുതിയ ടേംസിനെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുമുണ്ട്. അതായത് എൽഫിൻ, ആസ്ക്, ഫ്രീക്ക് എക്സെട്ര ഇങ്ങനെയുള്ള ടേംസൊക്കെ കോയിൻ ചെയ്തത് അദ്ദേഹമാണ്. മാത്രമല്ല കുറേ ഓൾഡ് വേർഡ്സിനെ അദ്ദേഹം അഡാപ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ബെയിൻഫുൾ, ഹാപ്ലെസ്, സൺഷിനി, വോൾഫിഷ് എക്സെട്ര ഇതൊക്കെ അദ്ദേഹം റിവൈവ് ചെയ്തിട്ടുള്ള ഓൾഡ് ടേംസാണ്. മാത്രമല്ല പാർട്സ് ഓഫ് സ്പീച്ച് ഇല്ലേ, പാർട്സ് ഓഫ് സ്പീച്ചിനെ അതായത് ട്രീറ്റഡ് വേർഡ്സ് ഇൻ വൺ കാറ്റഗറി ആസ് ദോസ് ഇൻ അനദർ. ഹി ഇൻ്റർചേഞ്ച്ഡ് പാർട്സ് ഓഫ് സ്പീച്ച് ആൻഡ് മെയ്ഡ് വൺ വേർഡ് ഡു ദി സർവീസ് ഓഫ് അനദർ. freely dropped prepositions and thus imparted to the English language a rare flexibility and beauty. അതായത് അഡ്ജക്റ്റീവിനെ വേർബായിട്ടും വേർബിനെ അഡ്ജക്റ്റീവായിട്ടും അഡ്ജക്റ്റീവിനെ ആഡ്വേർബായിട്ടും ആഡ്വേർബിനെ അഡ്ജക്റ്റീവായിട്ടുമൊക്കെ അദ്ദേഹം തിരിച്ചും മറിച്ചുമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ട്രീറ്റഡ് വേർഡ്സ് ഇൻ വൺ കാറ്റഗറി ആസ് ദോസ് ഇൻ അനദർ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ്. അതായത് ഓൾഡ് വേർഡ്സിനെ റിവൈവ് ചെയ്യുകയും പുതിയ വേർഡ്സ് ഈ എൽഫിൻ, ആസ്ക്, ഫ്യൂ, ഫ്രീക്ക് ഇങ്ങനെയുള്ള വേർഡ്സിനെ പുതിയ വേർഡ്സിനെ കോയിൻ ചെയ്യുകയും ഓൾഡ് വേർഡ്സിനെ അഡാപ്റ്റ് ചെയ്യുകയും ഒരു കാറ്റഗറിയിലുള്ള വേർഡ്സിനെ തൊട്ടടുത്ത കാറ്റഗറിയിലും അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. ഹി ഇൻ്റർചേഞ്ച്ഡ് പാർട്സ് ഓഫ് സ്പീച്ച്, made one word do the service of another, and also he freely dropped prepositions and thus imparted the English language a rare flexibility and beauty. ഇതൊക്കെയാണ് സ്പെൻസർ തന്നിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക്. Now let us move on to the writer വില്യം ഷേക്സ്പിയർ. എന്താ ഗാംഭീര്യം അല്ലേ ഷേക്സ്പിയർ എന്ന് പറയുമ്പോൾ തന്നെ. പെർഹാപ്സ് ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂട്ടർ ടു ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ ഇത്രയും കോൺട്രിബ്യൂഷൻസ് നൽകിയ മറ്റൊരു എഴുത്തുകാരനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. അദ്ദേഹം നൽകിയ കോൺട്രിബ്യൂഷൻസ് ഒറ്റ വാക്കുകളിൽ പറഞ്ഞു നിർത്താൻ പറ്റുന്നവയല്ല. ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഷേപ്പ് ചെയ്ത റൈറ്റേഴ്സിൽ ഏറ്റവും പ്രൊമിനൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് നമ്മുടെ ഷേക്സ്പിയർ തന്നെയാണ്. ഷേക്സ്പിയറിൻ്റെ വർക്ക്സിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. റോമൻ പ്ലേസ്, കോമഡീസ്, ഹിസ്റ്റോറിക്കൽ പ്ലേസ്, ട്രാജഡീസ്, അങ്ങനെ എത്ര പ്ലേസാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളത്. മാക്ബത്ത്, ഹാംലെറ്റ്, കിങ് ലെയർ, ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര, ജൂലിയസ് സീസർ, എത്രയോ വർക്കുകളുണ്ട്. നമ്മൾ അദ്ദേഹത്തിനെ കാണാതെ നമ്മൾ ലിറ്ററേച്ചറിലോട്ട് എത്തില്ലല്ലോ. നൗ ലെറ്റ് us discuss about the contributions made by William Shakespeare.
Shakespeare chiefly used Anglo-Saxon words and coined numerous words, phrases, and expressions. Shakespeare contributed new or prefix words like enkindle, unplussed, lovely, orb, critic, etc. He also gave new meaning to the existing words. For instances, he used the word air to denote aspect, manner, or melody. Like Spenser, he also played with different parts of speech. Example, happy and safe were used as verbs. Also, he used the word fathered, coining the verb from the noun father. ഷേക്സ്പിയർ മോസ്റ്റ്ലി യൂസ് ചെയ്തത് ആംഗ്ലോ സാക്സൺ വേർഡ്സ് ആയിരുന്നു. മാത്രമല്ല ഒരുപാട് വേർഡ്സും ഫ്രേസസും എക്സ്പ്രഷൻസും എല്ലാം അദ്ദേഹം പുതിയതായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് വേർഡ്സ് ആണ് ഇൻകൈൻഡിൽ, എനവോയ്ഡഡ്, എൻബ്ലസ്, ഡ്വിൻഡിൽ, ലവ്ലി, ഓൾ, ക്രിറ്റിക്, ഇങ്ങനെയുള്ള വേർഡ്സ്, പ്രിഫിക്സ്ഡ് ആയിട്ടുള്ള വേർഡ്സ് കുറേ അദ്ദേഹം കോയിൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വേർഡ്സിന് എക്സിസ്റ്റിംഗ് മീനിങ് ഉള്ള വേർഡ്സിന് വേറെയും പുതിയ മീനിങ്സ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എയർ എന്ന് പറഞ്ഞാൽ എന്താ, കാറ്റായിരുന്നു. പക്ഷെ അദ്ദേഹം ആ എയർ എന്ന് പറയുന്ന വേർഡിന് എക്സിസ്റ്റിംഗ് മീനിങ് അല്ലാതെ മറ്റ് മീനിങ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ആസ്പെക്ട്, മാനർ, മെലഡി. ഹി ഗേവ് ന്യൂ മീനിങ് ടു ദി എക്സിസ്റ്റിംഗ് വേർഡ്സ്. മാത്രമല്ല സ്പെൻസർ യൂസ് ചെയ്തതുപോലെ പാർട്സ് ഓഫ് സ്പീച്ചിനെ ഇന്റർഎക്സ്ചേഞ്ച് ചെയ്ത് അദ്ദേഹവും പെരുമാറിയിട്ടുണ്ട്. ഹാപ്പി, സേഫ് എന്ന് പറയുന്ന വേർഡ്സിനെ അദ്ദേഹം വേർബായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഫാദർ എന്ന് പറയുന്ന നൗണിനെ വേർബായിട്ട് ഫാദേർഡ് എന്ന രീതിയിലും അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. പ്ലേയിങ് വിത്ത് പാർട്സ് ഓഫ് സ്പീച്ച് ലൈക്ക് സ്പെൻസർ. ഇത്രയുമാണ് ഷേക്സ്പിയറിനെ പറ്റി പെട്ടെന്ന് പറഞ്ഞ് നിർത്താനുള്ള കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുമ്പോൾ. ഈ വേർഡ്സുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾ എടുത്തെടുത്ത് പറയുന്നതിനോടടുത്ത് ഈ വാക്കുകളൊക്കെ എഴുതുമ്പോൾ അണ്ടർലൈൻ ചെയ്തും കൂടെ പോവുക. എന്നാലേ എക്സാമിനർ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇതൊക്കെ എഴുതിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. ഷേക്സ്പിയർ ഒരുപാട് ഫ്രേസസും എക്സ്പ്രഷൻസും കോയിൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിൽ സം എമംഗ് ദം ആർ household word, a tower of strength, full of sound and fury. Brevity is the soul of wit. To wear one's heart on one's sleeve. The green-eyed monster. More sinned against than sinning. Single blessedness, sea change, etc. ഇത് ഇത്രയുമാണ് അദ്ദേഹം ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് തന്നിട്ടുള്ള ഫ്രേസസിൻ്റെ കോൺട്രിബ്യൂഷൻസ്. ആൻഡ് ഓൾസോ ഹി യൂസ്ഡ് ഡബിൾ കമ്പാരിറ്റീവ്സ് as superlatives. The most unkindest cut of all. ഡബിൾ കമ്പാരിറ്റീവ്സിനെയും സൂപ്പർലേറ്റീവ്സിനെയും അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. ദ മോസ്റ്റ് അൺകൈൻഡസ്റ്റ് കട്ട് ഓഫ് ഓൾ, അതാണ് അതിൻ്റെ എക്സാമ്പിൾസ്. അപ്പോൾ ഷേക്സ്പിയറിനെ കുറിച്ച് ചോദിച്ചാൽ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ തന്നെ എഴുതണം. നൗ ലെറ്റ് us മൂവ് ഓൺ ടു ജോൺ മിൽട്ടൺ. ഷേക്സ്പിയറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും മിൽട്ടൻ്റെ കോൺട്രിബ്യൂഷൻസ് അങ്ങനെ വലുതായി ഒന്നുമില്ല. മിൽട്ടൺ loved the classical language and hence used Latin syntax and words in his works. ജോൺ മിൽട്ടൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഏത് വർക്കാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? നൺ അതർ ദാൻ പാരഡൈസ് ലോസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള വർക്കാണ് പാരഡൈസ് ലോസ്റ്റ്, ഏരിയോപെജറ്റിക്ക, ലിസിഡസ് ആൻഡ് ദെൻ ലെലഗ്രോ, ഇൽ പെൻസറസോ, അങ്ങനെ ഒരുപാട് വർക്കുകളുണ്ട് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള കോൺട്രിബ്യൂഷൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് മെനി കോൺട്രിബ്യൂഷൻസ് വെൻ കമ്പയർ ടു ഷേക്സ്പിയർ. ഷേക്സ്പിയറിനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ അധികം കോൺട്രിബ്യൂഷൻസ് ഒന്നും അദ്ദേഹത്തിനില്ല. ക്ലാസിക്കൽ ലാംഗ്വേജസിനോടായിരുന്നു താല്പര്യം കൂടുതൽ. അതുകൊണ്ട് തന്നെ ലാറ്റിൻ സിൻടാക്സിലാണ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എഴുതിയിരുന്നത്. ഫോണറ്റിക്കൽ സ്പെല്ലിംഗ് ആണ് യൂസ് ചെയ്തത്. അതായത് ഐലൻഡ് എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? ISLAND എന്നതാണ്. അദ്ദേഹം യൂസ് ചെയ്തത് ഫോണറ്റിക്കൽ സ്പെല്ലിംഗ് ആണ്. ഐലൻഡ് ILAND ആണ്. ഡ്രോപ്ഡ് DROPPED ആണ് ആക്ച്വൽ സ്പെല്ലിംഗ്. പക്ഷെ അദ്ദേഹം യൂസ് ചെയ്ത ഫോണറ്റിക്കൽ സ്പെല്ലിംഗ് DROPT, ഡ്രോപ്ഡ് ഇതായിരുന്നു. ഹി സംടൈംസ് യൂസ് ഫോണറ്റിക്കൽ സിമ്പിൾസ് ലൈക്ക് ഐലൻഡ്, ഡ്രോപ്ഡ്, വോക്ഡ്, എക്സെട്ര. ഇനി അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ദ വേർഡ്സ് ഹി കോൺട്രിബ്യൂട്ടഡ് വെയർ ഡാർക്ക്നെസ് വിസിബിൾ, അനാർക്കി, പാൻറ്റിമോണിയം, ഒളിമ്പ്യൻ, ടൈറ്റാനിക്, ദ ലാസ്റ്റ് ഇൻഫിബിറ്റി ഓഫ് നോബിൾ മൈൻഡ്സ്, ഫ്രഷ് വൂഡ്സ് ആൻഡ് പാസ്റ്റേഴ്സ് ന്യൂ. ഇത്രയുമാണ് ജോൺ മിൽട്ടൻ്റെ കോൺട്രിബ്യൂഷൻസ്. അപ്പം നമ്മൾ ഇന്ന് നോക്കിയത് ആരെയൊക്കെയാണ്? ചോസർ, സ്പെൻസർ, ഷേക്സ്പിയർ ആൻഡ് ജോൺ മിൽട്ടൺ. ഇവർ റിവൈവ് ചെയ്തിട്ടുള്ള ടേംസ്, ഇവർ കോയിൻ ചെയ്തിട്ടുള്ള ന്യൂ വേർഡ്സ്, ഇവർ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള വേർഡ്സ്, ഫ്രേസസ്, എക്സ്പ്രഷൻസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് എഴുതി ചേർക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, എനിവേ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബാക്കി വീഡിയോസും കൂടെ കാണുക.